നമ്മൾ ഈ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒരു കണ്ണെന്താ, ഉടമ്പടി ചെയ്യുന്നതിൻ്റെ കണ്ണ് എവിടെയാ? കൃപയിലാണ്. മനസ്സിലായ? കൃപ, നോട്ട് ഓൺ ബ്ലെസ്സിങ്, അനുഗ്രഹത്തിലല്ല, കൃപ. എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുക, കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചേ. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പരമപിതാവിന്റെ മനപ്രസാദമായി നീ നേടിയെടുത്ത കൃപയാൽ നിന്റെ നാമത്തിലെ നെഞ്ചിലും നെറ്റിയിലും അഭിഷേകമുദ്ര സ്വീകരിച്ച എളിയ വിശ്വാസിയായ എളിയ സ്നേഹിതയായ അങ്ങയുടെ പൈതലായ എന്റെ മേൽ കൃപയുടെ അഭിഷേകം ചൊരിയണമേ. എല്ലാ വിശുദ്ധന്മാരെ, രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഈശോ കൃപയാൽ നിറക്കണമേ, കൃപയാൽ ചൊരിയണമേ, അഭിഷേകം ചെയ്യണം. ഇപ്പോഴൊരു ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളത്. എന്തിൻ്റെ? MSc ഫിസിക്സിൻ്റെ ഫെയിൽഡ് സർട്ടിഫിക്കറ്റ്. സെക്കൻഡ് സെം തോറ്റിരിക്കണതാണ്. അപ്പോൾ നമുക്ക് മെറിറ്റില്ല. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ആശയം എമർജ് ചെയ്യും. പെട്ടെന്ന്, അതായത് ഉടമ്പടി എടുക്കുന്ന ദിവസങ്ങളിലും അക്കാലങ്ങളിലുമൊക്കെ നീ വളരെ ശ്രദ്ധിക്കണം. ഇവരെന്താ കാണിച്ചാൽ അവർക്ക് പെട്ടെന്ന് അവർ ഇമെയിലിൽ ഒരു കോൾ ഫോർ ചെയ്തു. എന്താണ്? VNIയിൽ യൂണിവേഴ്സിറ്റി ഫിസിക്സിന് വേണ്ടി സയൻറ്റിസ്റ്റിൻ്റെ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് പറയുന്നു. അപ്പോൾ മകൾ അമ്മയോട് ചോദിക്കും, അമ്മേ ഞാൻ എനിക്ക് കൊടുക്കാവോ എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ +2 ടീച്ചറാണ്, ബെറ്റി പുനമാവ്. ആ സാക്ഷി നിങ്ങൾ കേട്ട് കാണും. അതായത് എന്താ, അമ്മ +2 ടീച്ചറാണ്, മകൾ MScക്ക് ഫിസിക്സ് ഫെയിലാണ്. പക്ഷേ VNIയിൽ സയൻറ്റിസ്റ്റിൻ്റെ PhD ഡോക്ടർ തീസിനെ വിളിച്ച് കോൾഫർ ചെയ്തിരിക്കുകയാണ്. ഫുൾ, അതായത് അത് കിട്ടിയാൽ ഫുള്ളായിട്ട് 5 പൈസ മുടക്കാതെ പഠിക്കാൻ പറ്റും. അപ്പോൾ അവൾക്ക് കൊതി കൊണ്ട് അമ്മയോട് ചോദിക്കും. അവൾക്ക് തോറ്റെന്ന് അമ്മയ്ക്കും അറിയാം, അവൾക്കും അറിയാം. അമ്മയോട് ചോദിക്കും, അമ്മ ഇത് കൊടുക്കാവോ? അപ്പോൾ അവൾ കൊടുക്കണ്ട, നീ തോറ്റതില്ലെന്നല്ല അമ്മ നെഗറ്റീവ് പറഞ്ഞില്ല. അതാണ് രസം. പക്ഷേ എന്താ പറയാഞ്ഞെന്ന് അവർ പറയുന്നു, ടീച്ചർ പറയുന്നുണ്ട് സാക്ഷ്യത്തിൽ. എന്താ പറയാഞ്ഞത്? നീ തോറ്റതല്ലേ, ആ പേപ്പർ ഇവിടെ ഇല്ലല്ല, വെറുതെ ചുമ്മാ സമയം കളയണ്ട എന്നല്ലേ അതിൻ്റെ മറുപടി. പക്ഷെ അവർ മകൾക്ക് ഒരു ഡെസ്ക് ആകണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ പറയും, നീ കൊടുക്കെന്ന് പറയും. ദാറ്റ് മീൻസ് ഞാൻ ഇപ്പോഴും നിങ്ങളോട് മുമ്പിൽ പറയണത്, ഒരു 0-3 ഒരു സബ്ജക്റ്റ് മൂവ് ചെയ്യണ വിധം കണ്ടില്ലേ? 0-3 ഒരു സബ്ജക്റ്റ് മൂവ് ചെയ്ത് കയറുകയാണ് ഒരിക്കൽ. കൊടുക്കാൻ പറഞ്ഞോടുകൂടി ഇവർ അവരുടെ ബയോഡേറ്റയും അവരുടെ മാർക്ക് ലിസ്റ്റും ഫസ്റ്റ് സെമ്മിൻ്റെ കൊടുത്തു. സെക്കൻഡ് സെം ഫെയിലാണ്, അത് കൊടുത്താൽ അപ്പോൾ തന്നെ അവർ ക്ലോസ് ആക്കി കളയല്ല. അത് കൊടുത്തില്ല. അവർ 3rd സെമ്മും കൊടുത്തു, പിന്നെ 4th സെമ്മും കൊടുത്തു. അപ്പോൾ ഉടനെ സായിപ്പ് അവിടെ വിളിച്ച് ചോദിച്ച്, വേറെ സെക്കൻഡ് സെം എന്ന് ചോദിച്ചു. അപ്പോൾ സോറി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഞങ്ങളത് ഫെയിലാണെന്ന് പറഞ്ഞുകൊണ്ട്, അവർ ഫെയിലാണ്, അതുകൊണ്ടാണ് പ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഫെയിലാണെന്ന് പറഞ്ഞ് ഫെയിലിൻ്റെ സെക്കൻഡ് സെം സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് കൊടുത്തു വിട്ടേ. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് അത് നമുക്കതുകൊണ്ട് ക്ലോസ് ചെയ്യാമല്ലേ കമ്മ്യൂണിക്കേഷൻ. ഇനി അതെന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്കിത് ഇതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞാണ്ട് അമ്മയും മകളും കൂടി ഫെയിലിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടണം. നിങ്ങളെപ്പോഴും വിചാരിക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ അമ്മയും മകളും അല്ലല്ലോ, വേറെ ഒരാളുണ്ടല്ലോ ഉടമ്പടി ചെയ്ത ആൾ. ഇതാണ് പ്രശ്നം. ഇത് നിങ്ങൾ തിരിച്ചും മനസ്സിലാക്കണം. അവരവരുടെ രീതിയിലാണ് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യണത്. പക്ഷെ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഒരാൾ നിങ്ങളുടെ കൂടെ അങ്ങോട്ട് വരികയാണ്. അത് വരണമല്ല. എന്താ കമ്പം വെച്ച് കഴിഞ്ഞാൽ അവർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഷായ് എന്നും പറഞ്ഞൊരു ടീച്ചർ, ഷാ സാമുവൽ, അവരെന്നാ പറയണത് വെച്ചാൽ എപ്പോഴും അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ്. എപ്പോഴും അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പൊട്ടത്തരമൊക്കെ ചെയ്യാൻ പോയാൽ ചെയ്യിക്കത്തില്ല. ദ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ആത്മാവിനെ നയിക്കപ്പെടുന്നത്. പക്ഷെ ഉടമ്പടി ആത്മാവിനാലും അമ്മയാലും നയിക്കപ്പെടുന്നതാണ്. അമ്മയുടെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യും. ഷാ പറയണത്, എനിക്ക് ഇത് കൃപാസനം കുറേ പത്രമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഓരോരുത്തർക്കും കുറേ പത്രമൊക്കെ ഉണ്ട്, ചുമ്മാ തട്ടിപ്പായിരിക്കും എന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞതാണ്. പക്ഷേ വൺസ് അവരുടെ അമ്മ മരിച്ചു, അവർക്ക് ഭയങ്കര ഭയമായി. കാരണം മരണം അല്ല, ഈ അമ്മ എന്ന് പറയുന്ന ആൾ ഭയങ്കര ആളായിരുന്നു. അമ്മ ദൈവത്തെ ജീവിക്കണത് ഈ ഷാ കണ്ടിട്ടുണ്ട്. 80 വയസ്സ് വരെ അമ്മ ജീവിച്ചതല്ലേ. അമ്മയ്ക്കുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, അമ്മ ജീവിച്ചതും വിശ്വസിച്ചതും
ജപമാലയും പരിശുദ്ധ കുർബാനയും ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ എങ്ങനെയും മനുഷ്യൻ ജീവിക്കാം, എന്തും അതിജീവിക്കാമെന്ന് ആ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. അത് കറക്റ്റാണ്. അതിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. ജപമാലയും പരിശുദ്ധ കുർബാനയും ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ എന്ത് തകർച്ചയെ അതിജീവിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞ് കാണിച്ച് പഠിപ്പിച്ചതെന്ന് അമ്മ. അത് കാരണം ഞങ്ങൾക്കറിയാം ജപമാല മതി, ഞങ്ങൾക്കറിയാം പരിശുദ്ധ കുർബാന മതി. അങ്ങനെയാണ് ഞാനും പഠിച്ചത്, +2 ടീച്ചറായത്. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം വന്ന്. എന്താ കാര്യം? അമ്മ മരിച്ചു. അമ്മ മരിച്ചോടുകൂടി എൻ്റെ ജീവിതം കാര്യം ആദ്യമായിട്ട് നമ്മൾ ഒത്തിരി മരിപ്പിലൊക്കെ പോകും. അത് നമ്മളധികം ഡിസ്റ്റർബ് ചെയ്യത്തില്ല. നമ്മളൊരു ഫംഗ്ഷന് പങ്കെടുത്ത പോലെ പലർക്കും തോന്നത്തുള്ളൂ. പക്ഷെ വൺസ് നമ്മുടെ ഹാർട്ടായിരുന്ന ആൾക്കാർ അടർന്നു പോയി കഴിയുമ്പോൾ വി വിൽ ഫീൽ ഇറ്റ്. അപ്പോഴാണ് നമ്മൾ മരണത്തിനെ നേരെ കാണുന്നത്. ഒരു നിമിഷം നമ്മുടെ ആശയും ആസ്തിയുമായിരുന്ന ആൾ അപ്രത്യക്ഷമായി പോകുമ്പോൾ ഫീലായെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ഫീലായി. അതൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന ഫീലിംഗ് അല്ല. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, ഇവർക്ക് ഭയമായിപ്പോയി. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, ഇവർക്ക് ഭയമായിപ്പോയി. എന്തോ വലിയ ദുരന്തം കുടുംബത്തിൽ സംഭവിക്കുന്നു. പിന്നെ ഇവർ പറയും എന്തൊക്കെ കുടുംബത്തിൽ ഇനിയും ദോഷങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ ഡിപ്രസ്ഡായിപ്പോയി. അപ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ മകൻ വണ്ടി ഇടിച്ച് മരിച്ചത്. അതോടെ അവരുടെ കാര്യം തീരുമാനമായി. അവർക്കും പിന്നെ അനങ്ങാൻ പറ്റാതെയായി. അപ്പോൾ ചേച്ചി ഞാനും ചേടത്തി അനിത്യമാണേ. അമ്മയും മരിച്ചു, ചേടത്തിക്ക് മകൻ മരിച്ചപ്പോൾ അനിയത്തിക്ക് മകൻ മരിച്ച പോലെ തന്നെയാണ്. അവർക്ക് തമ്മിൽ അത്രയും റിലേഷൻസൊക്കെ ഉള്ളവരാണ്. അതോട് ബെറ്റി അതെന്താ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഡൗണായിപ്പോയി. പിന്നെ ഇനി എന്നൊക്കെ എത്ര ബുദ്ധിയുണ്ട്, എന്ത് വിശ്വാസ പാരമ്പര്യത്തിലാണ് ജനിച്ചത് ജീവിച്ചത് എന്ന് പറഞ്ഞാലും ചില ഹോംവർക്കുകൾ വന്നാൽ നമുക്ക് ചില സമയത്ത് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരിനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഗ്ലൂമിയായി ഈ അവസാദം പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്, ഇൻട്രോവർട്ടായിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇവർ പതുക്കെ ഉടമ്പടിയിലോട്ട് വരും. ആരോ ഒരു പത്രം കൊടുത്തതാണ്. അപ്പം നിങ്ങൾ ഈ പത്രം കൊടുക്കുമ്പോൾ നിങ്ങളവർക്ക് ഞാനെങ്ങനെ ഈ പത്രം കൊണ്ടേ കൊടുക്കണമെന്നൊക്കെ നിങ്ങൾ പറയും. നിങ്ങൾ പത്രമല്ല കൊടുക്കണത്, യു ആർ ഗിവിങ് ജീസസ് ആക്ച്വലി. അത് നിങ്ങൾക്ക് മനസ്സിലാകണം. ഒക്കെ പത്രമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അത് മുഴുവൻ കർത്താവിൻ്റെ വചനമല്ലേ, അത് മുഴുവൻ കർത്താവ് ഈ മാസം ചെയ്ത വർക്കുകളല്ലേ. എത്രയോ മനുഷ്യരാണ് നിങ്ങൾ വഴി കർത്താവിനെ അറിയാൻ പോകുന്നത്. അപ്പം മകനും മരിച്ചു, അതായത് ചേച്ചിയുടെ മകൻ, അമ്മയും മരിച്ചു. അതോടുകൂടി ഇവർ ഡിപ്രസ്ഡായി. കാരണം മരണത്തിൻ്റെ മണവും മരണത്തിൻ്റെ രുചിയും ഒക്കെ ഇവർ ആദ്യമായിട്ട് അനുഭവിക്കുക. ശരിക്കും ഉറ്റവർ പോകുമ്പോഴാണല്ലോ നമുക്കിതെല്ലാം അനുഭവിക്കാൻ പറ്റണത്. അതോടുകൂടി ഇവർ ഡൗണായി. അപ്പോഴാണ് ഇങ്ങനെ ഈ ഡൗണായിരിക്കുന്ന അവസ്ഥകൾ. അപ്പോഴാണ് ആരോ ഒരു കൃപാസനം പത്രം കൊടുത്ത് ഇവർ ഈ ടീച്ചറിനെ കൊടുക്കും. പത്രമൊക്കെ വായിക്കും. പത്രമൊക്കെ വായിച്ചതിന് ശേഷം പിന്നീട് ഇവർ വന്ന് ഉടമ്പടി എടുക്കും. ഈ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അവർ പറയുന്ന ഒരു കമൻ്റ് ഉണ്ട്. എന്താ പറയണത്? ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഉടനെ ഇവർക്ക് ലഭിക്കണത് എന്താ വെച്ചാൽ പെട്ടെന്ന് ഇവർക്ക് ധൈര്യം വരും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഉടമ്പടി സാധ്യത എന്നൊക്കെ പറയണത് നമ്മൾ സാധാരണ ഒരു പ്രാർത്ഥനയുടെ സാധ്യതയല്ല ഇതിനകത്തുള്ളത്. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഇത്രയും ടോട്ടൽ ഡിസ്പ്രസ്ഡ് 0- ആയിട്ട് ഇങ്ങനെ ഫ്രീസായിട്ടിരിക്കുന്ന ആളാണ് ഈ ആൾ. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ, ഉടമ്പടി എന്ന് പറയുമ്പോൾ ദൈവമായിട്ട് ഇന്ന് റിലേഷനിലേക്ക് വരികയാണ്. ദൈവമായിട്ട് പക്ക ഗ്യാരണ്ടീഡ് റിലേഷൻ ഉടമ്പടിയല്ലേ ഉള്ളൂ. നിങ്ങൾ എന്തുമാത്രം പ്രാർത്ഥനാ രീതികൾ ലോകത്തുണ്ട് ഇല്ലേ? ഉണ്ടല്ലോ. പക്ഷെ ദൈവവുമായിട്ടൊരു പക്ക പേഴ്സണൽ റിലേഷൻ, ഗ്യാരണ്ടീഡ് റിലേഷൻ, അത് ഉടമ്പടിയിലേ ഉള്ളൂ. എന്താ കാര്യം? ഉടമ്പടി ദൈവത്തിൻ്റെ നിർമ്മിതമായ ഒരു പദ്ധതിയാണ്. ദൈവനിർമ്മിതമായ പദ്ധതിയാണ്. നമ്മളായിട്ട് കണ്ടുപിടിച്ച ഒരു പദ്ധതിയല്ല. ദൈവനിർമ്മിതമായ ഒരു പദ്ധതിയാണ് ഉടമ്പടി. ബൈബിള് തന്നെ ദൈവം എക്സിക്യൂട്ട് ചെയ്യണത് ബൈബിൾ കൊടുത്തിട്ട് വായിക്കാനല്ല ദൈവം പറഞ്ഞത്, മര്യാദക്ക് ഉടമ്പടി ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ ബൈബിൾ 3 പ്രാവശ്യം എഴുതും, 1000 പ്രാവശ്യം എഴുതുമെന്നൊക്കെ പറഞ്ഞില്ലേ? ബൈബിൾ തന്നിട്ട് എഴുതാനല്ല ദൈവം പറഞ്ഞത്. ബൈബിൾ തന്നിട്ട് ഉടമ്പടി ചെയ്യാനാണ് പറഞ്ഞത്.
അതുകൊണ്ട് ബൈബിളിൻ്റെ പുസ്തകത്തിന് ദൈവം ബൈബിളെന്നൊന്നും വിളിച്ചില്ല. നമ്മളിങ്ങനെ വിവരമില്ലാത്ത ആൾക്കാരങ്ങനെ വിളിച്ച പുസ്തകം ഇത്ര അർത്ഥമുള്ളതിന്. ബൈബിളിനെ ദൈവം വിളിച്ച പേര് ഉടമ്പടി പുസ്തകം എന്നാണ്. ദാറ്റ് മീൻസ് അത് ദൈവം ചെയ്തൊരു കാര്യമാണ്. ബൈബിള് എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ ബൈബിൾ ആർക്ക് വേണേൽ പറയാം, പക്ഷേ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം എന്നാണ് പറയണത്. ഈ വിശുദ്ധ ഗ്രന്ഥം ദൈവം തന്നത് കൊണ്ടാണ് വിശുദ്ധമായത്. പക്ഷേ ദൈവത്തിൻ്റെ വചനങ്ങൾ അതിനകത്ത് നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് വിശുദ്ധമായത്. പക്ഷേ വിശുദ്ധമായ വചനങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ നിറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നീ അത് വായിച്ചോ, നീ അത് എഴുതിക്കോ എന്നൊന്നും അല്ല പറഞ്ഞത്. നീ അത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. വചനത്തിനെ ചെയ്യാൻ വേണ്ടിയാണ് നിനക്ക് ബൈബിൾ തന്നിരിക്കുന്നത്. ഉടമ്പടി എന്ന് പറയണത് പരിശുദ്ധാത്മാവ് ഒരു അധ്യാപകനായി നിന്നുകൊണ്ട് മോശയാകുന്ന ചോക്ക് കൊണ്ട് എഴുതിയ സംഭവമാണിത്. എഴുതിയത് മോശമല്ല, ചോക്കണങ്ങേരി. എഴുതിയത് പരിശുദ്ധാത്മാവാണ്. പക്ഷേ എന്തിനാണ് എഴുതിയത്? നമ്മളും തിരിച്ചെഴുതിക്കാൻ വേണ്ടി എഴുതിയതല്ല, ദൈവം എഴുതി തന്ന് എന്ന് ഞാൻ തിരിച്ച് ദൈവത്തിന് എഴുതിയേക്കാമെന്ന് പറഞ്ഞ് തിരിച്ചെഴുതാനുള്ള സാധനമല്ല, ഇത് ചെയ്യാനുള്ള സാധനമാണ്. ആദ്യകാലം മുതലേ ബൈബിള് ഉടമ്പടി ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വചനങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് മോശ പോലും അതിനെ വിളിച്ചത് എന്താണ്? ഉടമ്പടി ഗ്രന്ഥം എന്നാണ്. 24-ാം അധ്യായം പുറപ്പാട് 24:7. ശ്രുതികട്ടെ ഹല്ലേലൂയ. പുറപ്പാട് 24:7. പുറപ്പാട് 24:7 വായിച്ചോളൂ. അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും. കൈയിടിച്ച് കർത്താവ് അപ്പൊ കർത്താവ് കൽപ്പിച്ചതെല്ലാം ഉടമ്പടി ഗ്രന്ഥമാണ് കൊടുക്കണത്. വിശുദ്ധ ഗ്രന്ഥം ബൈബിള് കൊടുത്ത് എന്താ പറയണത്? ഉടമ്പടി ഗ്രന്ഥം വായിച്ചു. എന്തിനാണ് വായിക്കണത്? ജനങ്ങളുടനെ മറുപടി പറയുന്നത് എന്താണ്? പുറപ്പാട് 24:7 എന്താ മറുപടി പറയണത്? കർത്താവ് കൽപ്പിച്ചതെല്ലാം പറഞ്ഞേ, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും. അല്ലാതെ കർത്താവ് പറഞ്ഞെല്ലാം തിരിച്ചങ്ങോട്ട് കർത്താവ് എഴുതി തന്നതെല്ലാം തിരിച്ചെഴുതുമെന്നല്ല പറഞ്ഞിരിക്കണം. എഴുതിക്കോ, പഠിക്കാൻ നല്ല കാര്യമാണ്. പക്ഷെ അത് ഉടമ്പടി എന്ന് പറയണത് അങ്ങനെ എഴുതാനോ അല്ലെങ്കിൽ ഞാൻ ഫുൾ ബൈബിൾ 3 പ്രാവശ്യം വായിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ, ഒരു കഥയുമില്ല. ഒരു ബൈബിൾ ഒരു പ്രാവശ്യം വായിച്ചാലും മതി. പക്ഷെ ബൈബിളിൻ്റെ ഉദ്ദേശം എന്താ? എഴുതാൻ വേണ്ടിയുള്ളതല്ല, വായിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഇതെല്ലാം വായിക്കുക, എഴുതുക എന്നുള്ള കാര്യത്തിലൂടെ അറിയുക എന്ന പ്രോസസ്സാണ് നടക്കുന്നത്, അല്ലേ? കർത്താവിനെ അറിയണേ എന്തിനാണ്? അറിഞ്ഞ് നമ്മൾ സ്നേഹിക്കും. ഏകസത്യദൈവമായ നിന്നെയും നീയെ യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവനാണ് ലക്ഷ്യം. അപ്പം ബൈബിൾ എഴുതുമ്പോൾ നമുക്ക് ലഭിക്കണ എന്താണ്? അറിവ്. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കണ എന്താണ്? അറിവ്. ഈ അറിവ് എന്തിനാ? ഏകസത്യദൈവമായ നിന്നെയും 17:3 യോഹന്നാൻ 17:3 ഏകസത്യമായ അവിടുത്തെയും അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. മക്കൾ എഴുതിയാലും മക്കൾ വായിച്ചാലും അതിൻ്റെ ലക്ഷ്യം, അതിലൊരു മാർഗമാണ്, അതൊരു ലക്ഷ്യമല്ല. മക്കളെ ബൈബിൾ എഴുതിയാലും മക്കളെ വായിച്ചാലും അതൊരു മാർഗമാണ്. ലക്ഷ്യം എന്താണ്? ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. നിങ്ങൾ ബൈബിൾ വായിക്കുന്നു, അതിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. കർത്താവ് പറഞ്ഞൊരു വാക്കാണത്. അതിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ബൈബിളിൽ എന്തായിരിക്കണത്? നിത്യജീവനാണ്. നിത്യജീവനെ ഹോർഡർ ചെയ്യാതെ നിങ്ങൾക്ക് ബൈബിളിനെ സമീപിക്കാനോ കർത്താവിൻ്റെ വചനം ഉപയോഗിക്കാനോ മീനിങ് ഫുള്ളായിട്ട് പറ്റത്തില്ല. അതായത് ഉടമ്പടി ദൈവത്തെ കക്ഷി ചേർക്കുന്ന പ്രാർത്ഥനയാണ്. നിൻ്റെ ജീവിതാവസ്ഥകളിൽ നിനക്ക് അവശതയുണ്ട്, നിനക്കിത് പുൾ ഔട്ട് ചെയ്യാൻ നിനക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള നിനക്കുള്ള നിനക്ക് കലിബറില്ല എന്ന് വിചാരിച്ചാൽ ദൈവത്തിനെ കൂടി നീ അതിൻ്റെ അകത്ത് കക്ഷി ചേർക്കാൻ പറ്റും. ദൈവത്തിനെ നിൻ്റെ ജീവിതത്തിലെ
നിൻ്റെ ജീവിത പ്രശ്നത്തിന് ഒരു കക്ഷിയാക്കണത് അങ്ങനെ ഒരു സംവിധാനം ഉടമ്പടിയല്ലാതെ ബൈബിളിലില്ല. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ അറിയണം. 2 ദിനവൃത്താന്തം 34:30. 2 ദിനവൃത്താന്തം 34:30. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 34:30. യൂദ ജെറുസലേം നിവാസികളെയും പുരോഹിതന്മാരെയും ലേവ്യരെയും വലിപ്പച്ചെറുപ്പമെന്നിയെ സകല ജനത്തെയും കൂട്ടി രാജാവ് കർത്താവിൻ്റെ ആലയത്തിലേക്ക് ചെന്നു. കർത്താവിൻ്റെ ആലയത്തേക്ക് രാജാവും പ്രവാചകന്മാരും ന്യായാധിപന്മാരും ഉള്ള അവിടെയുള്ള എല്ലാ പ്രഭുക്കന്മാരും ജനങ്ങളോടുകൂടി ചെല്ലും. കർത്താവിൻ്റെ ആലയത്തിലേക്ക് ചെല്ലുകയാണ്. കർത്താവ് ഇരിക്കുന്ന ഇടത്തേക്ക് ചെല്ലുകയാണ്. എന്താ ചെന്നിരിക്കണത് പറഞ്ഞേ? ദേവാലയത്തിൽ നിന്ന് കണ്ടെത്തിയ ഉടമ്പടിയുടെ ഗ്രന്ഥം. ബൈബിള് കുറേ കാലത്തേക്ക് ഇവർ ഡിയാസ്പൊറയിലായിരുന്നല്ലോ. ഇവരെപ്പോഴും യുദ്ധവും ഓട്ടവും ജീവൻ പണയം വെച്ചുള്ള ജീവിതമായിരുന്നല്ലോ. അപ്പോഴും വൺസ് ഇവർക്ക് ആ ആധ്യാത്മിക ജീവിതമോ മതജീവിതമോ ഒക്കെ ഇല്ലാതെ ബൈബിൾ വരെ കൈമോശം വന്ന് പിന്നെ ഒരു സുപ്രഭാതത്തിൽ ദൈവം ഇത് തിരിച്ച് കണ്ടെത്താൻ ഇടയാക്കും. ബൈബിള് കണ്ടെത്തി, ഉടമ്പടി പുസ്തകം എന്നാണ് പറയുക. ഉടമ്പടി പുസ്തകം കണ്ടെത്തി പറഞ്ഞ ജനം വാവിട്ട് കരയും. അത് ഭയങ്കര ഒരു ഫീലാണ് ആ സംഭവം. കാര്യം കർത്താവിന് ദൈവത്തിന് ലിങ്ക് കിട്ടിയ പോലെ ദൈവവുമായിട്ട്. എന്നിട്ട് രാജാവും ജനങ്ങളും കൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്രഭുക്കന്മാരും എല്ലാം കൂടി ദേവാലയത്തിലേക്ക് ഇടിച്ചു കയറുമ്പോൾ എന്നാ സംഭവിക്കണത് പറഞ്ഞോളൂ? ദേവാലയത്തിൽ നിന്ന് കണ്ടെത്തിയ ഉടമ്പടിയുടെ ഗ്രന്ഥം അവരെ വായിപ്പിച്ച് കേൾപ്പിച്ചു. രാജാവ് ദേവാലയത്തിൽ നിന്ന് കണ്ടെത്തിയ ഉടമ്പടിയുടെ ഗ്രന്ഥം. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പേരെന്താ? ഉടമ്പടിയുടെ ഗ്രന്ഥമെന്നാണ്. ജനങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. അടുത്ത വായിച്ചു കർത്താവിനെ പിൻചൊല്ലുമെന്നും. അതെ, നോക്കിയ റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻ. ഇവിടെയാണ് പ്രശ്നം. ഉടമ്പടി എന്ന് പറയണത് നിങ്ങളത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കേവലമായ റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻസ് ഉണ്ട്. അത് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ജനങ്ങളെ വായിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ എന്താ പറഞ്ഞിരിക്കണത് പറഞ്ഞേ? കർത്താവിനെ പിൻചൊല്ലുമെന്നും. ഒന്ന് പറഞ്ഞ കർത്താവിനെ പിൻചൊല്ലുമെന്നും. പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കുമെന്നും ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിയമങ്ങളെല്ലാം അനുസരിക്കുമെന്നും സ്വസ്ഥാനത്ത് നിന്നുകൊണ്ട് രാജാവ് കർത്താവിന്റെ മുൻപിൽ ഉടമ്പടി ചെയ്തു. അപ്പൊ രാജാവ് കർത്താവിന്റെ മുമ്പിൽ ഉടമ്പടി ചെയ്യണം. എന്താണ് ഉടമ്പടി ചെയ്യണത്? ദൈവം നൽകിയ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിച്ചാള അതുവഴി ദൈവത്തിൻ്റെ സ്വന്തം ജനമായി നിലനിന്നുകൊള്ളാവുന്ന ഉടമ്പടി ചെയ്യുകയാണ്. കാരണം ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ പറ്റണത്? നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി മാറുകയാണ്. അതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വെദർ യു ക്രിസ്ത്യൻ ഓർ നോൺ ക്രിസ്ത്യൻ, അത് ഡസൻ മേക്ക് എനിത്തിങ്. അതായത് നിങ്ങളിപ്പോഴും ക്രിസ്ത്യൻ അല്ലായിരിക്കും, പക്ഷെ നിങ്ങൾ ഉടമ്പടി വൺസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമായി മാറും. അതുകൊണ്ടല്ലേ ദൈവത്തിൻ്റെ സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കണത്? നീ നടക്കേണ്ട വഴി 32-ാം സങ്കീർത്തനം എന്താ പറയണത് അല്ലേ? നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം എന്ന് പറഞ്ഞ ഞാൻ നിന്നെ ഉപദേശിക്കാം. നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. അപ്പോൾ അതൊക്കെ വിഷം മാറുകയാണ്. കാര്യം ഇവിടെ എന്താ സംഭവം? ആ ചേച്ചി ടീച്ചറിൻ്റെ മകള് എന്താ സംഭവിച്ചിരിക്കുന്നത്? അവൾക്ക് MScയുടെ സെക്കൻഡ് സെം ഫെയിലാണ്. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് സ്വപ്നങ്ങളൊന്നുമില്ല. ടീച്ചർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സെക്കൻഡ് സെമ്മിൻ്റെ മാർക്ക് ലിസ്റ്റ് ആവശ്യപ്പെട്ടില്ലേ വിയന്ന കോളേജിൽ നിന്ന്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ ടീച്ചർ പറഞ്ഞത് ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് അല്ലേ ഉള്ളൂ, അയച്ചു കൊടുത്തേക്കാം. പക്ഷെ അതുകൂടി അത് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് നമുക്ക് ഇനി മോഹിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. നീ PSC പഠിക്കാൻ പറഞ്ഞു. ടീച്ചർ മോൾക്ക് കൊടുത്ത ഉപദേശം നീ PSC പഠിക്കാൻ പറഞ്ഞു. അച്ഛാ PSC പഠിച്ച് ജോലി വാങ്ങിക്കുക, നാട്ടിലെവിടെയെങ്കിലും ജീവിക്കാം എന്ന് പറഞ്ഞു. അതായത് അവരുടെ ഫയൽ മൊത്തം അവർ ക്ലോസ് ചെയ്തിട്ട് വേറെ രീതിയിലേക്ക് ഉപദേശം കൊടുക്കുകയാണ്. അപ്പോൾ അത് ടീച്ചറിൻ്റെ ഉപദേശമാണ്. പക്ഷേ ഉടമ്പടിക്കുള്ള പ്രശ്നം, നിങ്ങൾ എന്ത് ഉപദേശം കൊടുത്താലും നീ നടക്കേണ്ട വഴി സങ്കീർത്തനം 32:8 വാഗ്ദാനമല്ലേ? അത് വാഗ്ദാനമാണല്ലോ. അതുകൊണ്ട് എന്നാ സംഭവിക്കണത്? നീ നടക്കേണ്ട വഴി
നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കാം. ആരാണ്? നിൻ്റെ കൂടെയുള്ള നിൻ്റെ ദൈവം. അപ്പോൾ ഉപദേശം വന്നിരിക്കുന്നത് എന്താ? ഉപദേശം വന്നത് പെട്ടെന്ന് ഇൻ്റർവ്യൂ റെഡിയാകാനാണ്. ഈ തോറ്റ സർട്ടിഫിക്കറ്റ് ചെന്നപ്പോഴേ, തോറ്റ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് സെമ്മിൻ്റെ MSc തോറ്റ സർട്ടിഫിക്കറ്റ് ചെല്ലുമ്പോഴേ യൂണിവേഴ്സിറ്റി റെസ്പോൺസ് എന്താണ്? വേഗം ഇൻ്റർവ്യൂ റെഡിയാകാൻ. അപ്പോൾ ഇവർക്ക് പേടിയായി. കാരണം ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജയിച്ചാലും പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെ പ്രോബ്ലം വരുമല്ലോ, മെറിറ്റ് പ്രോബ്ലം അല്ലേ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയത്തില്ലേ, നോട്ട് ബൈ മെറിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും അച്ഛൻ പറയണമെന്ന് ഓർക്കും. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ യോഗ്യത കൊണ്ട് Ephesians 2:8 ഒന്ന് വായിച്ചു കിടക്കുക. ശ്രുതി, അതാണ് ഇതിൻ്റെ ആണി വചനം എന്ന് പറയുന്നത്. ഉടമ്പടിയുടെ ഒരു വചനം എല്ലാപ്പോഴും പറയുമോ അത്? ശ്രുതികട്ടെ ശ്രുതികട്ടെ. Ephesians 2:8 വിശ്വാസം വഴി എന്ന് പറഞ്ഞേ. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പം നമ്മൾ നേടിയെടുക്കുന്നതിനാണ് മെറിറ്റ് എന്ന് പറയണത്. മനസ്സിലായില്ലേ? യോഗ്യത നമ്മൾ നേടിയെടുക്കുന്നത് ആണ് മെറിറ്റ് എന്ന് പറയണത്. നിങ്ങൾ നേടിയെടുക്കാത്തതാണെങ്കിൽ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. വർക്ക് ചെയ്യത്തില്ലെന്നല്ല, ഉടമ്പടിയിൽ വർക്ക് ചെയ്യും. എന്താ കാര്യം? ദാനമാണ് പിന്നെ വർക്ക് ചെയ്യേണ്ടത്. ഇവളുടെ സർട്ടിഫിക്കറ്റ് ഫെയിൽഡല്ലേ, MSc സെക്കൻഡ് സെം ഫെയിലല്ലേ ഫിസിക്സ്. ആ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുമ്പോൾ അവിടെ മെറിറ്റില്ലല്ലോ, യോഗ്യതയില്ലല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഇവരെ കോൾ ഫോർ ചെയ്യണത്? ഇൻ്റർവ്യൂ റെഡിയാകാൻ. പെട്ടെന്ന് ഇവർ ഇൻ്റർവ്യൂ റെഡിയാവും. ഇൻ്റർവ്യൂവിന് റെഡിയാകുമ്പോൾ എന്താ സംഭവിക്കണം? ഒരു അമേരിക്കക്കാരൻ ഒരു റഷ്യക്കാരനൊക്കെയാണ് ഇൻ്റർവ്യൂ ചെയ്യണത്. ഇവർ ഇയർഫോണൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട്, കാര്യം അവർ പറഞ്ഞ മനസ്സിലാകണമല്ല, അവർ പറഞ്ഞ മനസ്സിലാകണ്ടേ. അപ്പോൾ ഇവിടെ ഇയർഫോണൊക്കെ വെച്ച് മാതാവിനൊക്കെ വിളിച്ച് ഉടമ്പടി തൈലമൊക്കെ നെറ്റൊക്കെ തെറ്റി. നമ്മൾ ഈ ഉടമ്പടി തൈലം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. എപ്പോഴും പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് എല്ലാം ഉടമ്പടി തൈലം ഉപയോഗിക്കണം. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഓപ്പറേഷൻ അല്ല ഞാൻ പറയണത്. ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ അശക്തരാണ്. ദൈവമേ, ഞാൻ ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് നിൻ്റെ ശക്തി എന്നെ പ്രവർത്തിക്കട്ടെ. നിൻ്റെ ഈ മാനുഷികമായ പാവപ്പെട്ട ഉപകരണം, പാവപ്പെട്ട ബുദ്ധി, പാവപ്പെട്ട ഓർമ്മ, പാവപ്പെട്ട കഴിവുകേട്, എൻ്റെ കഴിവുകേടുകൾ അവിടെയെല്ലാം നിൻ്റെ മെറിറ്റ്, നിൻ്റെ ദാനം പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നതിനാണ് ഈ ഉടമ്പടി തൈലം തേക്കണത്. മനസ്സിലായില്ലേ? ഇത് ഓരോ കാര്യം അറിഞ്ഞില്ലെങ്കിൽ ആക്ടിവേഷനിലൊക്കെ പ്രശ്നം ഉണ്ടാകും, അനുഭവം ഉണ്ടാകത്തില്ല. അറിവാണല്ലോ അനുഭവം. അറിവില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടിയിൽ ഒത്തിരി കാര്യം അറിയാനുണ്ട് മക്കളെ. ഓരോ കാര്യങ്ങൾക്ക് ഓരോ ആപ്ലിക്കേഷൻസ് അല്ലേ വരണത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉടമ്പടി ധ്യാനം പല പഴയതൊക്കെ കേൾക്കണമെന്നൊക്കെ പറയണത്. കാര്യം പണ്ട് പറഞ്ഞ കാര്യം ചിലപ്പോൾ ദൈവം പിന്നീട് ധ്യാനത്തിൽ പറയത്തില്ല. അപ്പോൾ ഞാനൊരു ഐഡിയ എനിക്ക് എപ്പോഴും ഉണ്ടാവും വചനത്തെക്കുറിച്ച്, അത്രേ എൻ്റെ മനസ്സിലുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ വന്ന് കർത്താവ് ക്രമീകരിക്കണം. അല്ല ഞാൻ തപ്പിക്കളിക്കണം ചില സമയത്തൊക്കെ. എനിക്ക് കിട്ടണ കർത്താവ് തന്നെ വചനം ചില സമയത്ത് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലായിരിക്കും. അങ്ങനെ വചനം ഉണ്ടെന്നറിയാം, പക്ഷേ എനിക്കതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരത്തില്ല. അപ്പോൾ അതിൻ്റെ സമയത്ത് അത് വരവായിരുന്നെങ്കിൽ ഞാൻ അത് പഠിച്ച് പറഞ്ഞതല്ലോ. അങ്ങനെ പഠിച്ച് പറയണ അല്ലല്ലോ ഉടമ്പടി ധ്യാനം എന്ന് പറയുന്നത്. ഉടമ്പടി ധ്യാനം ഇപ്പോൾ 2 ലക്ഷം 3 ലക്ഷം പേരൊക്കെ അല്ലേ ഉടമ്പടി ധ്യാനം കൂടുന്നത്. അപ്പോൾ അവരുടെയൊക്കെ 3000 ലക്ഷക്കണക്കിന് പ്രശ്നങ്ങളാണല്ലോ ഉടമ്പടിയിൽ ദൈവം കൈകാര്യം ചെയ്യണത്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി സംസാരിക്കും. ഇവിടെ തീർത്ഥാടന ഉടമ്പടി വന്നാൽ നിങ്ങൾ 2000 പേർക്ക് വേണ്ടിയല്ല സംസാരിക്കണത്. ഓൺലൈനിൽ ഉടമ്പടി ധ്യാനം ഓൺലൈനിലല്ല പങ്കെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പങ്കെടുക്കണ എല്ലാവർക്കും വേണ്ടിയും അവരുടെ വ്യത്യസ്തങ്ങളായ ജീവിത പ്രശ്നങ്ങളുണ്ടാകും. അതിനെല്ലാം ദൈവം ഇൻട്രാക്ട് ചെയ്യും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാം യേശുക്രിസ്തുവിൽ അതേയാണ്. കാരണം യേശുക്രിസ്തു എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ 8582 വാഗ്ദാനങ്ങളെല്ലാം കൂടി കാച്ചിക്കുറുക്കി സിംഗിൾ ആപ്പായിട്ട് ദൈവം നൽകുന്ന രക്ഷയുടെ നാമമാണ് ദ ജീസസ് ക്രൈസ്റ്റ്. തോറ്റ സർട്ടിഫിക്കറ്റ് വെച്ച് പെട്ടെന്ന് ഇൻ്റർവ്യൂ ആണ്. അമേരിക്കയിൽ നിന്ന് റഷ്യയിൽ നിന്നൊക്കെ ഓരോരുത്തർ ലൈനിൽ വന്നിട്ട് വീഡിയോ ഇൻ്റർവ്യൂ നടക്കുകയാണ്. വീഡിയോ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഈ ടിസൻ്റെ മോള്, അയ്യോ എൻ്റെ സർട്ടിഫിക്കറ്റ് ഫെയിലാണല്ലോ, ഞാൻ ഇങ്ങനെ ഇവിടെ എന്തെല്ലാം കസത്ത് കാണിച്ചാലും എനിക്ക് കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള അംബിക സസ്പീഷ്യസ് ആയിട്ടുള്ള എല്ലാ മേഘങ്ങളും കാറ്റുകൊണ്ട് തൂത്തെറിയും. പരിശുദ്ധാത്മാവ് ഒരു കാറ്റാണെങ്കിൽ നിൻ്റെ സംശയങ്ങൾ ഒരു മേഘമാണ്. എന്തുകൊണ്ട് വൈ വി ഷുഡ് ക്ലെയിം ആൻഡ് ക്ലാമർ ഫോർ ദി ഹോളി സ്പിരിറ്റ്? എന്തിനാണ് നമ്മൾ കർത്താവിൻ്റെ ആത്മാവിന് വേണ്ടി കരയണത്? കാര്യം ഇതുപോലെയുള്ള സംശയമേഘങ്ങൾ ഒത്തില്ലേ എന്നാ ചെയ്യും? എൻ്റെ ജീവിതം കട്ടപ്പുകയാകുക, ഗതികേട്ടാകുക. ഇങ്ങനെ കുറേ മനുഷ്യന്മാർ ബലഹീനമാക്കുന്ന കുറേ സാങ്കല്പികമായിട്ടുള്ള
ആശങ്കകളുണ്ട്, സാങ്കല്പിക ആശങ്കകൾ. ഈ സാങ്കല്പിക ആശങ്കകൾ എല്ലാവർക്കും ഉണ്ടാവും. ഈ മേഘങ്ങളെ തൂത്തെറിയണത് ആരാണ്? പരിശുദ്ധാത്മാവിൻ്റെ കാറ്റാണ്. പല ആൾക്കാർക്ക് ഉടമ്പടി മാതാവാണെന്നാണ് പൊതുവെ ചിന്തയിലാണ് നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നത്. മാതാവ് ഇതിൻ്റെ ശക്തയായ പ്രവക്താവും മധ്യസ്ഥയുമാണ്. എനിക്ക് ഈ ശുശ്രൂഷ അല്ല, വേറെയും ശുശ്രൂഷ ഒത്തിരി ഉണ്ട്. മാതാവ് എന്നെ കുറേ മിഷനുണ്ട്, സാമൂഹ്യമുണ്ട്. അതിലെ വിഴിഞ്ഞൻ സമരത്തിലൊക്കെ നിൽക്കണതിൻ്റെ കാര്യം പണ്ട് 32 കൊല്ലം മുമ്പ് കൃപാസനം രജിസ്റ്റർ ചെയ്യുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞത്, വ്യക്തികളുടെ ജീവിത നവീകരണത്തിൽ ഊന്നിയ കുടുംബ സുസ്ഥിതിക്കും സാമൂഹ്യക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആത്മീയ സാംസ്കാരിക വേദി എന്ന് 92 രജിസ്റ്റർ ചെയ്തിരിക്കുക ഗവൺമെൻറ്റിൽ. അപ്പോഴും വ്യക്തികളുടെ ജീവിത നവീകരണമുണ്ട്, അത് ഉടമ്പടിയും അതുപോലെയുള്ള ശുശ്രൂഷയുണ്ട്. പിന്നെന്താ, സാമൂഹ്യക്ഷേമമുണ്ട്, അവകാശ പോരാട്ടങ്ങളുണ്ട്. മാനവികത എവിടെയെങ്കിലും വിറങ്ങലിക്കുകയോ അൺജസ്റ്റ് അഗ്രസീവ്സ് ആയിട്ടുള്ള ആൾക്കാരെ മനുഷ്യത്വത്തെ ചതക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ബൈബിളിൻ്റെ ഇക്കാലങ്ങളിലുള്ള ദൈവത്തിൻ്റെ സ്വരമായി നമ്മൾ സ്വരമുയർത്തും. ചിലപ്പോൾ പ്രതിരോധിക്കും, ചിലപ്പോൾ കളക്ടറേറ്റ് തന്നെ ചിലപ്പോൾ വളഞ്ഞിട്ടെന്ന് വരും. അത് സഭ ഒരു സാമൂഹ്യവും ആയ യാഥാർത്ഥ്യം കൂടിയാണ്. ഇക്കാലത്തെ മനുഷ്യൻ്റെ കണ്ണുനീര് സഭയുടെ കണ്ണുനീരാണെന്ന് 50 കൊല്ലം എഴുതി വെച്ചിരിക്കുകയാണ് വത്തിക്കാൻ സുനദോസിൻ്റെ ഡിക്രിയിൽ. അതാണ് വത്തിക്കാൻ ഡിക്രി, ഗ്ലൗദിമെത്ത് സ്പെസ്, സഭ ആധുനിക ലോകത്തിൽ. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ പാരഗ്രാഫിൽ ഇക്കാലത്തെ മനുഷ്യൻ്റെ കണ്ണുനീര് സഭയുടെ കണ്ണീരാണ്, അത് ദൈവത്തിൻ്റെ കണ്ണീരാണ്, അത് തുടച്ച് മാറ്റപ്പെടും. അതിലെ തോമസ് നെറ്റോ ആർച്ച് ബിഷപ്പ് കുരിശ് ഉയർത്തിക്കൊണ്ട് പറഞ്ഞത്, ഞങ്ങൾ കഴുത്തിലണിയണത് കുരിശാണ്, ഈ കുരിശ് കിടക്കുന്നവൻ്റെ പേര് ക്രിസ്തു എന്നാണ്. അവൻ ലോകത്തിന് വേണ്ടി ആഹുതി ചെയ്തിട്ടാണ് രക്ഷ വന്നെങ്കിൽ ഞങ്ങൾക്കും ആഹുതി ചെയ്യേണ്ട ഒരു അവസരം വന്നാൽ ഞങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് കുരിശ് ഉയർത്തി പറഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മളെപ്പോഴും ഒരു ആധ്യാത്മികതയെ മാത്രമെന്ന് നമ്മുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം പ്രാർത്ഥന ഉപയോഗിച്ച് ദൈവത്തിന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു സോഴ്സായിട്ട് മാറ്റുമ്പോൾ അങ്ങനെയുള്ള അയ്യോപാപി ക്രിസ്ത്യാനികൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പൂർണ്ണ തോതിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ദൈവമായിട്ട് അടുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം? നിങ്ങൾ പൂർണ്ണ തോതിൽ സുവിശേഷം സ്വീകരിക്കാത്തത് കൊണ്ടാണ്. പൂർണ്ണ തോതിൽ സുവിശേഷം സ്വീകരിക്കുന്നവരെ നീതിക്ക് വേണ്ടി വിശക്കും, പൂർണ്ണ തോതിൽ സുവിശേഷം സ്വീകരിക്കുന്നവരെ നീതിക്ക് വേണ്ടി ദാഹിക്കും. നീതിക്ക് വേണ്ടി വിശക്കുന്നവർ ഭാഗ്യവാന്മാരെ, നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് മലയിലെ പ്രസംഗത്തിൽ ഈശോ പറഞ്ഞിരിക്കുന്നത് അവൻ പറയണത് പോലെ ചെയ്യണത്, ഉടമ്പടിയിലൂടെ വരണത് ഈ സമരവും അവകാശ പോരാട്ടവും പരിസ്ഥിതിക്കെതിരെയുള്ള സഖ്യപ്രവർത്തനം മുഴുവൻ പൊട്ടിച്ചിട്ടല്ലേ ഈ സാധനം ചെയ്യണത്. 1 കോടി കല്ലുകൾ വേണം, 1 കോടി ടൺ കല്ലുകൾ വേണം ഈ വിഴിഞ്ഞം തുറമുഖം ചെയ്യാൻ. വെറും 6 ലക്ഷമേ ഇപ്പോൾ ആയപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് 800 ടൺ വെള്ളത്തിൽ പോയി. ഇനി സഖ്യപ്രവർത്തനം 2-3 മല എടുത്തു കൊണ്ടുവന്ന് അവിടെ ഇട്ടാൽ മാത്രമേ, അപ്പോൾ അതിൻ്റെ മലയും പോകും, അതുകൊണ്ട് വർഷകാലവും പോകും, കാടും പോകും, കേരളം മുഴുവനും സഹാറ മരുഭൂമിയായി പോകും. ഇപ്പം ഇതിനു വേണ്ടിയാണ് സമരം നടക്കണം. ഇപ്പോഴ് സമരം ഇങ്ങനെ തീരത്തില്ല. സമരം എന്ന് പറയുന്നത് ഈ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രശ്നവും ലോകത്തിൻ്റെ പരിസ്ഥിതി ദുരന്തങ്ങളുടെ ഇന്ത്യൻ വേർഷനാണ് വിഴിഞ്ഞം. ഇതൊരു വിഷയമാണ്. ഇതിനു വേണ്ടി നിങ്ങളെ ശബ്ദമുയർത്തുകയോ സാന്നിധ്യം കൊണ്ട് സഹായിക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ പൂർണ്ണ തോതിലുള്ള സുവിശേഷ പ്രഘോഷകരോ സുവിശേഷ നടപ്പിൽ വരുത്തുന്ന ഉടമ്പടി പടയാളികളോ ആയി മാറണത്.